Hello friends, welcome to the class. നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് ഈസ് ഓഫ് ഫേബിൾസിലെ തേർഡ് സ്റ്റോറിയാണ് നോക്കാൻ പോകുന്നത്. ക്ലാസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈസ് ഓഫ് ഫാബിൾസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഈസ് ഓഫ് ഫാബിൾസ് പറഞ്ഞു, ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു, അതിൻ്റെ ആക്ടിവിറ്റീസും ചെയ്തു അല്ലേ. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് കീപ് യുവർ ഐസ് ഓപ്പൺ എന്നുള്ള സ്റ്റോറിയാണ്. The fable you have just read is very short. Yes, it has a beginning, a middle and an end. Stories generally have a beginning, a middle and an end. എന്താ പറയുന്നത്, നിങ്ങൾ വായിച്ച ഈ സ്റ്റോറീസൊക്കെ ഈസ് ഓഫ് ഫേബിൾസ് നമ്മൾ വായിച്ചില്ലേ, ആ വോയേജറിൻ്റെ കഥ വായിച്ചു. അതൊക്കെ എന്താണ്, ചെറിയ ചെറിയ സ്റ്റോറീസാണ്. പക്ഷെ അതിന് എന്തുണ്ട്, ഒരു ഫോമാറ്റ് ഉണ്ട് അല്ലേ, ഒരു ബിഗിനിങ് ഉണ്ട്, ഒരു തുടക്കമുണ്ട്, അതുപോലെ തന്നെ ഒരു നടുഭാഗമുണ്ട്. അതായത് ബോഡി ഓഫ് ദി സ്റ്റോറി ഉണ്ട്, ഒരു എൻഡും ഉണ്ട്. അപ്പോൾ സ്റ്റോറീസ് ജനറലി ഹാവ് എ ബിഗിനിങ്, എ മിഡിൽ ആൻഡ് എൻ എൻഡ്. അപ്പോൾ എല്ലാ കഥകൾക്കും അതുപോലെ തന്നെ ഒരു തുടക്കമുണ്ടാവും, ഒരു മിഡിൽ ഉണ്ടാവും, ഒരു എൻഡ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് താഴെ കൊടുത്ത സ്റ്റോറി ഒന്ന് വായിച്ചു നോക്കാം. കീപ് യുവർ ഐസ് ഓപ്പൺ. Once upon a time there was a lion that grew so old that he was unable to kill any prey for his food. Once upon a time എന്ന് പറഞ്ഞാൽ എന്താ, പണ്ടൊരിക്കൽ ഒരു സിംഹം ഉണ്ടായിരുന്നു. സിംഹം എങ്ങനെയായിരുന്നു എന്നാ പറയുന്നത്, സിംഹം വളരെ വയസ്സായൊരു സിംഹവുമായിരുന്നു. ആ സിംഹത്തിന് അതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി ഒരു പ്രേയെ പോലും, ഒരു ഇരയെ പോലും കൊല്ലാൻ സാധിച്ചിരുന്നില്ല. So he said to himself, I must do something or else I will die of starvation. വയസ്സായ സിംഹം അതിനോട് തന്നെ പറഞ്ഞു, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. I must do something or else, ഇല്ലെങ്കിൽ I will die of starvation, ഞാൻ വിശന്ന് മരിച്ചു പോവും. സ്റ്റാർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, വിശന്ന് കിടക്കുക. He kept thinking and at last an idea struck him. സിംഹം ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഒരു ഐഡിയ സിംഹത്തിന് തോന്നി. He decided to lie down inside the cave pretending to be ill. അപ്പോൾ സിംഹം എന്ത് വിചാരിച്ചു, എന്തായിരുന്നു സിംഹത്തിൻ്റെ ഐഡിയ? സിംഹത്തിന് ഒട്ടും വയ്യാന്ന് എല്ലാവരും അറിയിക്കാൻ വേണ്ടി ആ ഗുഹയ്ക്കുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടുക. Those who came to enquire about his health would become his prey. ആരെങ്കിലും സിംഹത്തിൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ വന്നെങ്കിൽ അവരൊക്കെ സിംഹത്തിൻ്റെ ഇരയായിത്തീരും. അവരെയൊക്കെ സിംഹത്തിന് തിന്നാമല്ലോ എന്ന് സിംഹം ആലോചിച്ചു. ഹി പുട്ട് ഹിസ് വിക്കഡ് പ്ലാൻ ഇൻ ടു പ്രാക്ടീസ്. അതിൻ്റെ ആ ദുഷ്ടത നിറഞ്ഞ പ്ലാൻ അത് നടപ്പിലാക്കി തുടങ്ങി. അത് നടപ്പിലാക്കി തുടങ്ങുക മാത്രമല്ല, ഇറ്റ് സ്റ്റാർട്ടഡ് വർക്കിംഗ്. അത് വർക്ക് ചെയ്ത് തുടങ്ങി. മെനി ഓഫ് ഹിസ് വെൽ വിഷേഴ്സ് ഗോട്ട് കിൽഡ്. സിംഹത്തിൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ ഇങ്ങനെ വന്ന പല കാട്ടിലെ ജീവികളും അതിൻ്റെ ഇരയായി മാറി. ബട്ട് ഇവിൾ ഈസ് ഷോർട്ട് ലിവ്ഡ്. പക്ഷേ ദുഷ്ടതയ്ക്ക് ചെറിയ ആയുസ് മാത്രമേ ഉള്ളൂ അല്ലേ. വൺ ഡേ എ ക്ലെവർ ഫോക്സ് കെയിം ടു വിസിറ്റ് ദ ലയൺ. ഒരു ദിവസം ഒരു ക്ലെവർ ആയിട്ടുള്ള ഫോക്സ്, ബുദ്ധിമാനായ ഒരു കുറുക്കൻ ഈ സിംഹത്തിനെ കാണാൻ സിംഹത്തിൻ്റെ ഗുഹയ്ക്കരികിലെത്തി. He stood at the mouth of the cave. He looked around and understood the reality. മൗത്ത് ഓഫ് ദ കേവ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഗുഹയുടെ വാതിൽക്കല്ല. ആ കുറുക്കൻ ഒന്ന് തൻ്റെ ചുറ്റും ഒന്ന് നോക്കി. ചുറ്റും നോക്കിയപ്പോഴെന്താണ്, കുറുക്കന് സത്യാവസ്ഥ മനസ്സിലായി. എന്താണ് ആ സത്യാവസ്ഥ എന്ന് നമുക്ക് നോക്കാം. So he called out to the lion from outside and said, How are you, sir? അതുകൊണ്ട് തന്നെ അത് ഗുഹയുടെ ഉള്ളിൽ കയറാണ്ട് ഗുഹയുടെ വാതിൽക്കൽ തന്നെ നിന്നുകൊണ്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? How are you, sir? എങ്ങനെയുണ്ട് സാറിനെന്ന് ചോദിച്ചു. The lion replied, I am not feeling well. ലയൺ എന്ത് പറഞ്ഞു? ഓ, എനിക്ക് തീരെ വയ്യ. Why don't you come inside? നീ എന്താ അകത്തേക്ക് വരാത്തത്? Then the fox replied, I would love to come in, sir, but I see all the footprints as going into your cave, but none as coming out. I would be foolish enough to come in. Saying so, the fox went to alert other animals. എന്താണ് പറഞ്ഞത്? ഫോക്സ് എന്താണ് റിപ്ലൈ ചെയ്തത്? I would love to come in, sir. എനിക്ക് വളരെ ഇഷ്ടമാണ് ഉള്ളിലേക്ക് വരാൻ, ഞാൻ എന്തായാലും ഉള്ളിലേക്ക് വന്നേനെ. But I see all the footprints as going into your cave. പക്ഷേ ഞാനിവിടെ പല കാൽപ്പാടുകളും നിങ്ങളുടെ ഗുഹയുടെ ഉള്ളിലേക്ക് വരുന്നത് കാണാനുണ്ട് അല്ലേ. ഗുഹയുടെ ആ പുറത്തിങ്ങനെ നോക്കുമ്പോൾ അവിടേക്ക് പല ജീവികളും വന്ന കാൽപ്പാടുകളുണ്ട് അല്ലേ, അത് കാണാനുണ്ട്. പക്ഷേ but none as coming out. ഉള്ളിലേക്ക് പോയ ഒരു കാൽപ്പാടും, ഒരു ജീവിയുടെ കാൽപ്പാടും അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതായി കാണുന്നില്ല.
ഐ വുഡ് ബി ഫൂളിഷ് ഇനഫ് ടു കം ഇൻ. ഞാൻ അത്രയ്ക്ക് മണ്ടനാവണം ഞാൻ ഉള്ളിലേക്ക് വരണമെങ്കിൽ. ഞാൻ അത്ര മണ്ടനൊന്നുമല്ല. സെയിങ് സോ ദ ഫോക്സ് വെന്റ് ടു അലേർട്ട് അതർ എനിമൽസ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കുറുക്കൻ എല്ലാവരെയും ആ കാര്യം അറിയിക്കാനായി, അലേർട്ട് ചെയ്യാനായി അവിടെ നിന്ന് പോയി. എല്ലാവരെയും ഈ വിവരം അറിയിക്കാനായി അവിടേക്ക് പോയി. എല്ലാവരോടും എന്ത് പറയണം അവിടെ പോയിട്ട്? സിംഹത്തിന് യാതൊരു അസുഖവുമില്ല, നിങ്ങളെയൊക്കെ സിംഹത്തിൻ്റെ ഇരയാക്കാൻ വേണ്ടിയാണ് സിംഹം ഇങ്ങനെ അഭിനയിക്കുന്നതെന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി പോയി. അപ്പം ഇതാണ് നമ്മുടെ സ്റ്റോറി. കീപ് യുവർ ഐസ് ഓപ്പൺ. നിങ്ങളുടെ കണ്ണ് തുറന്നിരിക്കൂ, നിങ്ങളുടെ സറൗണ്ടിങ്സ് ചുറ്റും വീക്ഷിക്കൂ. അല്ലേ, കുറുക്കൻ എങ്ങനെയാണ് മനസ്സിലായത് സിംഹത്തിനൊരു കുഴപ്പമില്ല എന്ന്, സിംഹം അഭിനയിക്കുകയാണെന്ന്? കുറുക്കൻ ചുറ്റും നോക്കിയപ്പോൾ എന്ത് കണ്ടു? മുറ്റത്ത് ആ ഗുഹയിലേക്ക് പോയ കാൽപ്പാടുകളുണ്ട് പല ജീവികളുടെയും. പക്ഷെ ഒരു കാൽപ്പാട് പോലും തിരിച്ച് അവിടെ നിന്ന് പോയതായി കണ്ടില്ല. അതെന്തുകൊണ്ടാണ് മനസ്സിലായത്? ആ കുറുക്കൻ്റെ വീക്ഷണം കാരണമാണല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, മോറൽ ഓഫ് ദ സ്റ്റോറി എന്താ? യു ഷുഡ് ഓൾവേസ് കീപ് യുവർ ഐസ് ഓപ്പൺ. നിങ്ങളുടെ കണ്ണ് തുറന്നിരിക്കൂ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? നിങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കൂ. Now let's analyze the story given above. What are the essential aspects of the story? ആക്ടിവിറ്റി 1 പറയുന്നത് എന്താ? നമുക്ക് ആ മുകളിൽ കൊടുത്ത ആ സ്റ്റോറി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് ഒരു സ്റ്റോറിയിലെ അത്യാവശ്യ ഘടകങ്ങളെന്ന്. എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ദി സ്റ്റോറി. ബിഗിനിങ്. ആ കഥയ്ക്കൊരു ബിഗിനിങ് ഉണ്ട്. എങ്ങനെയാണ് തുടങ്ങിയത്? വൺസ് അപ്പോൺ എ ടൈം, അല്ലെ? പണ്ടൊരിക്കലൊരു സിംഹം അവിടെ ജീവിച്ചിരുന്നു. വളരെ വയസ്സനായൊരു സിംഹം ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ബിഗിനിങ് ഉണ്ട്. ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്? അങ്ങനെ ഒരു സിംഹം ഉണ്ടായിരുന്നു. സോ ഹി സെഡ് ടു ഹിംസെൽഫ് ഐ മസ്റ്റ് ഡു സംതിങ്. അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്. ആദ്യം ബിഗിനിങ്ങിൽ പറഞ്ഞു നമ്മളോട് എന്തറിയിച്ചു? ഒരു സിംഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഡെവലപ്പ് ചെയ്തത് എങ്ങനെയാണ്? സിംഹത്തിൻ്റെ തോട്ട്സ് ആണ് പറഞ്ഞത്, അല്ലേ? ഞാൻ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഭക്ഷണം കിട്ടണം, അല്ലേ? അങ്ങനെ ആലോചിച്ച് തുടങ്ങി. എന്നിട്ട് എന്ത് പ്ലാനും ഉണ്ടാക്കി? ഗുഹയിലേക്ക് വരുന്ന എല്ലാവരെയും എനിക്ക് ഭക്ഷിക്കാം എന്നുള്ളൊരു പ്ലാനാണ് ഡെവലപ്മെൻറ്റിൽ വരുന്നത്, അല്ലേ? നെക്സ്റ്റ് വരുന്നത് എന്താ? സംതിങ് ഹാപ്പൻസ്. എന്താണ് സംഭവിക്കുന്നത് കഥയിൽ? പെട്ടെന്നൊരു വഴിത്തിരിവ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? വൺ ഡേ എ ക്ലെവർ ഫോക്സ് കെയിം ടു വിസിറ്റ് ദ ലയൺ. ഒരു കുറുക്കൻ ആ സിംഹത്തിനെ കാണാൻ അതിൻ്റെ ഗുഹയിലേക്ക് വരികയാണ്. കുറുക്കന് അതിൻ്റെ ചുറ്റും നോക്കുമ്പോഴുള്ള സത്യാവസ്ഥകളൊക്കെ മനസ്സിലാവുന്നു. നെക്സ്റ്റ് വരുന്നത് എന്താ? തിങ്സ് കം ടു എൻ എൻഡ്. ഇപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടപ്പോൾ ആ കഥ അതിൻ്റെ അവസാനത്തിലേക്ക് കടക്കുകയാണ്, അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്? ദ ഫോക്സ് റിപ്ലൈഡ്. ആ സിംഹം അതിൻ്റെ ഗുഹയിലേക്ക് ക്ഷണിക്കുമ്പോൾ കുറുക്കൻ എന്താ പറയുന്നത്? ഞാൻ ഉള്ളിലേക്ക് വരുമായിരുന്നു സർ, പക്ഷേ ഒരു ജീവിയുടെ പോലെ കാൽപ്പാട് തിരിച്ചു പോകുന്നില്ല. എനിക്ക് എല്ലാം മനസ്സിലായി എന്ന് കുറുക്കൻ സിംഹത്തിനോട് പറയുന്നു. അതോടുകൂടി ആ കഥയ്ക്ക് എന്താ ഉണ്ടാവുന്നത്? ഒരു അവസാനം ഉണ്ടാവുന്നതാണ്. എങ്ങനെയാണ് അത് കൺക്ലൂഡ് ചെയ്യുന്നത്? സെയിങ് സോ ദ ഫോക്സ് വെന്റ് ടു അലേർട്ട് ദ അതർ എനിമൽ. അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറുക്കൻ ആ കാര്യങ്ങൾ എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താനായി, പറഞ്ഞ് അറിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നും പോയി. അങ്ങനെയാണ് ആ ലെസൺ കൺക്ലൂഡ് ചെയ്യുന്നത്, അല്ലേ? ദ സ്റ്റോറി കീപ് യുവർ ഐസ് ഓപ്പൺ ബിഗിൻസ് വിത്ത് എ സെൻറ്റൻസ് വൺസ് അപ്പോൺ എ ടൈം there was a lion. Different stories may have different beginnings. Here are a few beginnings of stories. Go through them. എന്താ പറയുന്നത്? കീപ് യുവർ ഐസ് ഓപ്പൺ എന്ന് പറഞ്ഞ ആ സ്റ്റോറി ഒരു ബിഗിനിങ് ഉണ്ട്, അല്ലേ? വൺസ് അപ്പോൺ എ ടൈം ദർ ലിവ്ഡ് എ ലയൺ എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ ഓരോ കഥയ്ക്കും അതിൻ്റേതായ തുടക്കങ്ങളുണ്ട്, അല്ലേ? ഇംഗ്ലീഷിൽ മാത്രമല്ല, മലയാളത്തിലായാലും പല രീതിയിലല്ലേ പറയാം. പണ്ട് ഒരു മനുഷ്യൻ അവിടെ ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ വളരെ പണ്ട് ആ മലകൾക്കപ്പുറത്ത് ആണ് അവരുടെ വീടായിരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ വെറുതെ ഒരു സ്റ്റാർട്ടിങ് ആവും. ആ വഴിയിലൂടെ രാമു നടക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു കഥ തുടങ്ങുക. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. പല കഥകൾക്കും പല തുടക്കങ്ങളാണ് ഉണ്ടാവുന്നത്. ഇനി കുറച്ച് എ ഫ്യൂ ബിഗിനിങ്സ് ഓഫ് ദ സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. ഓൺ ദി 20th of May ഇൻ ദ ഈവനിങ് ഓൺ ദ ഫാർ സൈഡ് ഓഫ് ഗ്രീൻ ട്രീസ് ഇറ്റ് വാസ് എ വെരി ഹോട്ട് ഡേ. വൺ ഫൈൻ ഡേ ലോങ് എഗോ ദർ വാസ് എ ഡെസേർട്ട് വിൻഡ് ബ്ലോയിങ് ദാറ്റ് നൈറ്റ്. ഇതൊക്കെ എന്താ കാണിക്കുന്നത്? പല കഥകളുടെയും തുടക്കമാണ്. 20 മെയ് വൈകുന്നേരം സമയമായിരുന്നു. അത് ആ ഗ്രീൻ ട്രീസിൻ്റെ ആ ഭാഗത്തായിരുന്നു. ഇന്നൊരു വളരെ ചൂടുള്ള ദിവസമായിരുന്നു. ഇന്നൊരു നല്ലൊരു ദിവസമായിരുന്നു. പണ്ടൊരിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല പിക്നിക്സും കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് എന്താ പറയുന്നത്?
വിച്ച് വൺ ഡു യു തിങ്ക് ഈസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ബിഗിനിങ്? നിങ്ങൾക്കിതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിഗിനിങ്? നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ കൊടുക്കാം. എത്ര എണ്ണം ഉണ്ട് ഇതിൽ? 6 എണ്ണം ഉണ്ട് അല്ലേ? നമുക്ക് ഏത് വേണമെങ്കിൽ കൊടുക്കാം അല്ലേ? ഇപ്പോൾ ലോങ് എഗോ ആണെങ്കിൽ ലോങ് എഗോ, 1 പോയിൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് കൊടുക്കുക. റീഡ് എ ഫ്യൂ ഫോക്ക് ടെയിൽസ് ആൻഡ് ഫാബിൾസ് ആൻഡ് കളക്ട് എ കളക്ഷൻ ഓഫ് ദി ബിഗിനിങ്സ് ഓഫ് ദ സ്റ്റോറീസ്. നിങ്ങളോട് കുറച്ച് ചെറുകഥകളൊക്കെ വായിക്കാൻ പറയുകയാണ്. ഫോക്ക് ടെയിൽസ്, നാടോടി കഥകളൊക്കെ വായിക്കാൻ പറയുകയാണ്. അതിൽ നിന്നും ഇതുപോലത്തെ ബിഗിനിങ്സ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്യാനാണ് പറയുന്നത്. റൈറ്റ് ദി ബിഗിനിങ്സ് യു ഹാവ് കളക്റ്റഡ് ഓൺ എ ചാർട്ട് ആൻഡ് ഡിസ്പ്ലേ ഇറ്റ് ഇൻ യുവർ ക്ലാസ് റൂം. ഇങ്ങനെ കളക്ട് ചെയ്തത് ചാർട്ടിൽ എഴുതി നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഒട്ടിക്കാനാണ്. ട്രൈ ടു റൈറ്റ് എ ഫ്യൂ ബിഗിനിങ്സ് ഓഫ് ദി സ്റ്റോറീസ്. ഇങ്ങനെ കുറച്ച് ബിഗിനിങ്സ് നിങ്ങളോട് എഴുതി നോക്കൂ എന്നാണ് പറയുന്നത്. ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് വാസ് എ ബ്രൈറ്റ് കോൾഡ് ഡേ ഇൻ ജൂൺ. അതൊരു തണുത്ത ബ്രൈറ്റ് ആയൊരു ദിവസമായിരുന്നു ജൂണിൽ. There lived a boy far beyond the mountains. ആ മലകൾക്കപ്പുറം ഒരു കുട്ടി ജീവിച്ചിരുന്നു. Once upon a time there lived a father and 4 sons. പണ്ട് ഒരു സമയത്ത് അല്ലെങ്കിൽ പണ്ടൊരിക്കൽ ഒരു അച്ഛനും 4 മക്കളും ജീവിച്ചിരുന്നു. Every summer children used to go for vacation. എല്ലാ വേനൽ അവധിക്കാലത്തും കുട്ടികൾ വെക്കേഷനിൽ പോയിരുന്നു. മെനി ഇയേഴ്സ് എഗോ, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. വിമൽ ഈസ് എ ലക്കി ബോയ്. വിമൽ ഒരു ഭാഗ്യമുള്ള കുട്ടിയായിരുന്നു. ലോങ് എഗോ എ ലയൺ ലിവ്ഡ് ഇൻ എ ഫോറസ്റ്റ്. പണ്ട് ഒരു കാട്ടിൽ ഒരു സിംഹം ജീവിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറിയുടെ സ്റ്റാർട്ടിംഗ് ആയിട്ട് എഴുതാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ പല സ്റ്റോറീസും ഇല്ലേ, അതിൻ്റെ സ്റ്റാർട്ടിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തെഴുതാം. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? സെക്കൻഡ് വൺ. നൗ ലെറ്റ്സ് എക്സാമിൻ ദ എൻഡിങ് ഓഫ് ദ സ്റ്റോറി. ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്താ? സ്റ്റോറിയുടെ ബിഗിനിങ് എങ്ങനെയാവണമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ എൻഡിങ് എങ്ങനെയാക്കണം എന്നാണ്. ക്യാൻ യു തിങ്ക് ഓഫ് എ ഡിഫറെൻറ്റ് എൻഡിങ് ടു ദ സ്റ്റോറി? ഹിയർ ആർ 2 ഡിഫറെൻറ്റ് എൻഡിങ്സ്. ആഡ് എ ഫ്യൂ മോർ എൻഡിങ്സ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. എന്താ പറയുന്നത്? നമ്മളുടെ കഥയുടെ എൻഡിങ് എങ്ങനെയായിരുന്നു? ആ ഫോക്സ് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോയി. സ്റ്റോറിയുടെ എൻഡിങ്സ് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് ആലോചിക്കാനാണ് പറയുന്നത്. ആ കഥയ്ക്ക് വേറെ എങ്ങനെയൊക്കെ ആ കഥ അവസാനിക്കും അല്ലേ? ഇപ്പം നിങ്ങളൊരു ഫിലിം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും, അല്ല ആ ഫിലിം ഇങ്ങനെ അവസാനിക്കേണ്ടായിരുന്നു, അതിനൊരു ഹാപ്പി എൻഡിങ് കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ വേറെ രീതിയിൽ അവസാനിക്കായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നില്ലേ? അപ്പോൾ അതുപോലെ നിങ്ങളോട് പറയുകയാണ് ഈ കഥയ്ക്ക് ഇനി എങ്ങനെയൊക്കെ നിങ്ങൾക്ക് എൻഡിങ് കൊടുക്കാം. അപ്പോൾ നിങ്ങളത് ആലോചിച്ചിട്ട് എഴുതുക. 2 എണ്ണം കൊടുത്തിട്ടുള്ളത് ഏതാ? The fox and the other animals lived happily ever after. അത് കഴിഞ്ഞതോടുകൂടി ആ കുറുക്കനും അവിടുത്തെ ബാക്കിയുള്ള എല്ലാ ജീവികളും സന്തോഷത്തോടു കൂടി ജീവിച്ചു. പിന്നെന്താ പറയുന്നത്? ലയൺ ഡിഡ് നോട്ട് എവർ പ്ലേ എനി മോർ ട്രിക്സ് ഓൺ അതേഴ്സ്. അത് കഴിഞ്ഞതോടുകൂടി ആ സിംഹം പിന്നെ ആരെയും ട്രിക്ക് ചെയ്തില്ല. 4 എണ്ണം കൂടി നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ദ ലയൺ അണ്ടർസ്റ്റുഡ് ഹിസ് മിസ്റ്റേക്ക് ആൻഡ് പ്രോമിസ് ദ ഫോക്സ് ദാറ്റ് ഹി വിൽ നെവർ ട്രിക്ക് എനി വൺ ഹിയർ ആഫ്റ്റർ. ആ സിംഹത്തിന് അതിൻ്റെ മിസ്റ്റേക്ക് മനസ്സിലാവുകയും അത് ഫോക്സിനോട്, കുറുക്കനോട് പ്രോമിസ് ചെയ്യുകയും ചെയ്തു. എന്ത്? ഇനി തൊട്ട് ഒരു ട്രിക്കും അങ്ങനെ ലയൺ ആ സിംഹം കാണിക്കില്ല എന്ന്. സെക്കൻഡ് വൺ എന്താ? ദ ലയൺ ഫെൽറ്റ് അഷെയിംഡ് ആൻഡ് ലെഫ്റ്റ് ദ പ്ലേസ്. സിംഹത്തിന് അതിൻ്റെ ചെയ്തികളിൽ നാണക്കേടായി അത് ആ കാട് വിട്ടുപോയി. തേർഡ് വൺ എന്താ? എവ്രി വൺ കെയിം ടു നോ അബൌട്ട് ദ ക്ലെവർ ആക്ട് ഓഫ് ഫോക്സ് ആൻഡ് അപ്രീഷിയേറ്റഡ് ഹിം. എല്ലാവരും കുറുക്കൻ ചെയ്ത ഈ ബുദ്ധിപരമായ കാര്യം അറിഞ്ഞു. എല്ലാവരും ആ കുറുക്കനെ അപ്രിഷിയേറ്റ് ചെയ്തു, അനുമോദിച്ചു. 4ാമത്തെ എന്താ പറയുന്നത്? ലയൺ ആൻഡ് ഫോക്സ് ബിക്കെയിം ഫ്രണ്ട്സ്. അങ്ങനെ ആവാലോ അവസാനം ആ സിംഹവും ആ കുറുക്കനും കൂട്ടായി. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നു അത് നിങ്ങൾക്ക് എൻഡിങ് ആയിട്ട് എഴുതാം. Along with the different beginnings of the stories you have collected, you may collect a few endings too. നിങ്ങൾ ഒരു സ്റ്റോറിയുടെ പല ബിഗിനിങ്ങും നിങ്ങൾ കളക്ട് ചെയ്ത് ഇതുപോലെ കുറച്ച് എൻഡിങ്സ് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ എൻഡിങ്സ് എഴുതാം. നമുക്ക് എൻഡിങ് ആയിട്ട് ഇത് കൊടുക്കാം. ഡോണ്ട് ബി സില്ലി മൈ ബോയ്, സ്റ്റോറീസ് ആർ മെന്റ് ടു ബി ടോൾഡ് അല്ലേ? ആ വിമലിനോട് അവൻ്റെ മുത്തശ്ശി പറയുന്ന കാര്യങ്ങൾ എൻഡിങ് ആയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഈസോപ്പ് ഫേബിൾസിലെ ഈ കഥയുടെ എൻഡിങ് കൊടുക്കാം. എന്തായിരുന്നു എൻഡിങ്? ഡോണ്ട് ലീവ് ഇറ്റ് ഓൾ ടു എദേന, യൂസ് യുവർ ആംസ് ആസ് വെൽ എന്ന് പറഞ്ഞ ആ അഡ്വൈസ് നിങ്ങൾക്ക് എൻഡിങ് ആയി കൊടുക്കാം. സ്നേക്ക് ഇൻ ദ ഗ്രാസിൽ എൻഡിങ് എങ്ങനെയാണ് വന്നത്? സ്നേക്ക് ഇൻ ദ ഗ്രാസിൽ വന്നത് I wish I had taken the risk and not knocked the water pot from the Assa's hand. We might have known what it contained.
ഈ കൊടുത്തതൊക്കെ നിങ്ങൾക്ക് എൻഡിങ്സ് ആയി കൊടുക്കാം. ആൻഡ് ദേ ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. അവർ പിന്നീടുള്ള കാലം സന്തോഷത്തോടു കൂടി ജീവിച്ചു. അറ്റ് ലാസ്റ്റ് ദ ബോയ് റീച്ച് ദ റിവർ ആൻഡ് സ്റ്റുഡ് ഇൻ ദ കോൾഡ് വാട്ടർ. അവസാനം ആ കുട്ടി ആ റിവറിലേക്ക് എത്തി. ദ ടൊട്ടോയ്സ് വൺ ദ റേസ് ആൻഡ് റാബിറ്റ് ഫെൽറ്റ് അഷേംഡ്. ആ ആമ ആ പന്തയം ജയിച്ചു, മുയലിന് നാണക്കേടായി. ദ ബേബി വാസ് റീയുണൈറ്റഡ് വിത്ത് ഹിസ് പാരൻസ് ആൻഡ് ദേ വർ ഓൾ ഹാപ്പി. ആ കുട്ടി അവസാനം അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് എത്തി. അവർക്ക് എല്ലാവർക്കും സന്തോഷം തോന്നി. അപ്പോൾ ഇങ്ങനെയുള്ള എൻഡിങ്സ് നിങ്ങൾക്ക് എഴുതാം. ബാക്കിയുള്ള ആക്ടിവിറ്റീസൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ടിടാം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്